ഹായ്. സൺഡേ എക്സ്പോ കാണാൻ പോയ വീഡിയോ ആണിട്ടത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഏരിയ ഒന്നും അതിൻ്റെ അടുത്തൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. കുറേ ദൂരത്താണ് കൊണ്ടുപോയിട്ട്. കുറേ ദിവസം ഇത് തുടങ്ങിയിട്ട്, പക്ഷെ ഒന്ന് തിരക്കൊഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ഇപ്പോഴൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ തിരക്ക്. സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ റിമി ടോമിയൊക്കെ പാട്ടുകാരൊക്കെ കുറച്ച് ആൾ വരുന്നുണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര തിരക്ക്. ഓ, ഞങ്ങൾ പാർക്കിങ്ങൊക്കെ എവിടെയായിട്ട് നടന്നൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കി വരി വെച്ച് നടക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ജനാണ്. ഉള്ളോട്ട് ചെല്ലുമ്പോൾ കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ പ്ലാസ്റ്റിക് ഇലകളും മരങ്ങളൊക്കെയാണ് അതിൽ ഇരിക്കുന്നതൊക്കെ. നല്ല ഒറിജിനൽ കിളികളാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇത് ഈ സംഭവം കണ്ടോ, നായക്കുട്ടീൻ്റെ രൂപത്തിൽ അതൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഉണ്ട്. അവിടെ ആർക്കുന്നു വിളിക്കുന്നു അതൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ ഇങ്ങനെ ഉള്ളോട്ട് പോന്നപ്പോൾ എനിക്ക് ഏറ്റവും അതിലൊക്കെ ഇഷ്ടപ്പെട്ട സംഭവം, അവിടെ പോയിട്ട് ഫിഷൊക്കെ കുറേ ഉണ്ടെങ്കിലും അത് നമ്മൾ പല സ്ഥലത്തുനിന്നും കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫ്ലവറിൻ്റെ പോലെ ആക്കി വെച്ചത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പല കളറിലൊക്കെ ആയിട്ട്. പിന്നെ തേനീച്ച, വണ്ട്, അങ്ങനെ ആനേൻ്റെ രൂപം, അങ്ങനെ എല്ലാത്തിൻ്റെ രൂപത്തിലിങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ഇളക്കാൻ പറ്റിയ സംവിധാനമൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടൊക്കെ ഇങ്ങനെ ചിറകൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറേ ഫിഷിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ വേറൊരു പാർട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു. അത്രയും ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറേ സ്റ്റാളുകളുണ്ട്, തുണിയുടെയും ഫുഡിൻ്റെയും ഒക്കെ ആയിട്ട്. ഇതേ പഴയ കാലത്തെ മിഠായികൾ, അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തു. പിന്നെ പോപ്കോൺ മേടിച്ചിട്ടുണ്ട്. ഇതാണ് 2 മിഠായി, അതൊക്കെ മേടിച്ചു. പിന്നെ ഇതേ ഭക്ഷണത്തിൻ്റെ അവിടെ ഫുഡിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെയും തിരക്ക്. ബോളിയും പായസം കുറേ ആയി കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്തോട്ടാട്ടോ പോയത്. ഒന്ന് അടപ്പായസം ബോളിയും ഒരെണ്ണം മുളരി ഉണ്ടല്ലോ അതിൻ്റെ പായസം ബോളിയായിരുന്നു കേട്ടോ. രണ്ടും ഞാനത് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തവണ അത് പറ്റി. ഏതായാലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുളരി പായസം ബോളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് വിജയശേഖരൻ പറഞ്ഞു അവിടെ എവിടെ ഒരു പാമ്പുണ്ടായിരുന്നു, ഞാൻ അതിനെ തൊട്ടിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വലിയിട്ട് എനിക്ക് പേടിയാണ് പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത അറിയായിരുന്നു. കൈയൊക്കെ കഴുകാതെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ സംഭവം എന്താണെന്ന് പറയുക, ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് ചാടിക്കുന്ന കേട്ടോ. അപ്പോൾ വിജേഷണം പല സ്ഥലത്തും ചെയ്യുമ്പോഴും ഞാൻ പറയും വേണ്ട, പെപ്സിയൊക്കെയാണ് കിട്ടുക, പെപ്സി 7up. പക്ഷേ ഇവിടെ അതല്ല കേട്ടോ. 300 രൂപ കിട്ടി. അതിൽ 50 രൂപ അവരെ കളിയുടെ ഫീസായിട്ട് അവർ അങ്ങോട്ട് കുറച്ചിട്ടുണ്ട്. എന്നാലും 250 രൂപ കിട്ടിട്ടോ. അതും മേടിച്ച് ഞങ്ങളിത് ഇങ്ങനെ കറങ്ങി നടന്നു. ഞങ്ങൾ ഈ സംഭവത്തിലൊന്നും കയറാറില്ല കേട്ടോ, പേടിയാണ്. ആകെ കയറലിതാണ് ഈ സംഭവത്തിൽ മാത്രം. മക്കളായിട്ട് ഞാനും ശില്പം കൂടെ കയറി. മക്കൾ ഭയങ്കര എൻജോയ് ചെയ്തു. അതിൽ മാത്രമേ പോവാറുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പേടിയായതുകൊണ്ട് പോവാറില്ല. അത് ഏതായാലും ഇഷ്ടമായി അവർക്ക്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടറ്റോൻ്റെ ഈ സംഭവം ഒരെണ്ണം മേടിച്ചു. അത് അല്ലുവിന് വേണമെന്ന് പറഞ്ഞിട്ട്, അത് ഇന്നാൾ കഴിച്ചിരുന്നു. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് മേടിച്ച് ഞങ്ങൾ തിരിച്ചു.